നമസ്കാരം കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ ഓണം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള 200 ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 6ാം പാർട്ടാണ്. ഇതിൽ അപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യ ചോദ്യം നോക്കാം. ഫസ്റ്റ് ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക Sn ഈക്വൽ ടു 3n² പ്ലസ് 5n ആണ്. Sum of first n terms of an arithmetic progression or sequence is Sn equal to 3n² plus 5n. ഇതിൻ്റെ n-ാം പദം nth ടേം xn ആണെങ്കിൽ x1 പ്ലസ് x3 പ്ലസ് x5 പ്ലസ് എക്സെട്ര പ്ലസ് x19ൻ്റെ തുക എന്തിനോട് തുല്യമാണ്? ഓരോ ഓപ്ഷൻ നോക്കുക. S10 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് x10 ആണ്. അത് ഇതിന് ഒരിക്കലും തുല്യമാവില്ല. ഇനി S19 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് എന്താണ്? x19 ആണ്. അതും എന്താണ്? ഇതുമായിട്ട് മാച്ച് ആവുന്നില്ല. ഇനി 20 പദങ്ങളുടെ തുക മൈനസ് 10 പദങ്ങളുടെ തുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇതാണ് 20 പദങ്ങളുടെ തുക. ഇനി 10 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ഭാഗമായിരിക്കും ഉണ്ടാവുന്നത്. അത് കുറച്ചാൽ ഇത് ക്യാൻസലായി പോയാൽ ബാക്കി x11 മുതൽ x20 വരെയുള്ള തുകയായിരിക്കും. അപ്പോൾ ഇതുമല്ല എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം മറ്റൊരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം. ഒരു വൃത്തത്തിലെ 12 ബിന്ദുക്കൾ സമദൂരത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു വൃത്തം, അതിൽ 12 ബിന്ദുക്കൾ. അപ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 12. ഈ 12 പോയിന്റ്സും എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസിലാണ്. ഓക്കെ, ഇനി ഏതെങ്കിലും രണ്ട് അടുത്തടുത്ത ബിന്ദുക്കൾ, ഞാനിപ്പോൾ ഇത് എ എന്നും ഇത് ബി എന്നെടുക്കാം. ഈ രണ്ടെണ്ണം അടുത്തടുത്താണല്ലോ, കോൺസിക്യൂട്ടീവ് പോയിന്റ്സ്. അത് കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോൺ എത്ര? അതാണ് ചോദ്യം. അപ്പോൾ കേന്ദ്രം O ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കോൺ എത്ര? AOB എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ സെൻട്രൽ ആംഗിൾ, അതായത് ആകെ കേന്ദ്രകോൺ, കേന്ദ്രകോണുകളുടെ ആകെ തുക, അത് 360 ഡിഗ്രിയാണ്. അതിനെ 12 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് അടുത്തടുത്ത ബിന്ദുക്കൾ കേന്ദ്രവുമായി ഉണ്ടാക്കുന്ന കോൺ, സെൻട്രൽ ആംഗിൾ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ 360 ഡിവൈഡ് ബൈ 12 ഭാഗം. ഇതിപ്പോൾ ഒരു ഭാഗമാണ്. ഇതേപോലെ നമുക്ക് എന്തായിരിക്കും? 12 ഭാഗങ്ങൾ ഉണ്ടാവും. ഒരു ഭാഗം, 2 ഭാഗം, 3 4 5 6 7 8 9 10 11 12 12 ഭാഗം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 360 ബൈ 12 30 ഡിഗ്രി. ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉള്ളിൽ വശങ്ങൾ തൊട്ടുരുമി ഒരു വൃത്തം വരച്ചിരിക്കുന്നു. An incircle of radius r is drawn inside an equilateral triangle. ത്രികോണത്തിന് ഉള്ളിലിടുന്ന ഒരു കുത്ത് വൃത്തത്തിന് പുറത്ത് ആവാനുള്ള സാധ്യത എത്ര? ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം വൃത്തത്തിന്റെ റേഡിയസ് ആരം r ആണെന്ന് എടുക്കാം.
അങ്ങനെയാണെങ്കിൽ ഈ സമഭുജ ത്രികോണത്തിന്റെ വശത്തിന്റെ നീളം എന്തായിരിക്കുമെന്ന് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ സമഭുജ ത്രികോണത്തിന്റെ വശം എ എന്നെടുക്കാം. അതും ഈ ആരവും തമ്മിൽ എന്താണ് ബന്ധം? ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ആദ്യം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇവിടെ വൃത്തകേന്ദ്രം സർക്കിളിന്റെ സെന്റർ 3 മൂലകളുമായി യോജിപ്പിക്കുന്നു. ജോയിൻ the center of circle with all 3 vertices A, B and C. അപ്പോൾ 3 മൂലകളുമായി യോജിപ്പിക്കുമ്പോൾ OA, OB, OC യോജിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ 3 ത്രികോണങ്ങൾ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ത്രികോണം OAB, OBC, OCA എന്നിങ്ങനെ 3 ത്രികോണങ്ങൾ കിട്ടും. ഈ 3 ത്രികോണങ്ങളുടെയും പാദം ബേസ് എ ആണ്. ഉയരം എന്തായിരിക്കും? ഈ ബിന്ദു ഈ വൃത്തം സർക്കിള് എല്ലാ വശങ്ങളുമായി ഒരു ബിന്ദുവിൽ തീർച്ചയായും കൂട്ടിമുട്ടുന്നുണ്ടാവും. അപ്പോൾ ഓയിൽ നിന്നും ആ ബിന്ദുവിലേക്കുള്ള അകലം, ഇവിടെ ഓൾറെഡി ഓയിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ളത് R എന്ന് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ നിന്നും ഇതിലേക്കുള്ള ഈ അകലം R എന്ന അകലമായിരിക്കും. അതായിരിക്കും ഇതിൻ്റെ ഉയരം. അപ്പോൾ ഓയിൽ നിന്നും AC-യിലേക്കും BC-യിലേക്കും ഓയിലേക്കുമുള്ള ഉയരം, ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റേഡിയസ് ആരത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഈ 3 ത്രികോണങ്ങളുടെയും ഏരിയ, പരപ്പളവ് അര ഇൻറ്റു പാദം A ആണ് ഇൻറ്റു ഉയരം R, അര AR വീതം കിട്ടും. അപ്പോൾ മൊത്തം ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എത്രയായിരിക്കും? ഇത് 3ഉം കൂട്ടിയതായിരിക്കും. അപ്പോൾ 3 ഇൻറ്റു 1/2 ഇൻറ്റു A ഇൻറ്റു R, അത് നമുക്ക് 3/2 AR എന്ന് എഴുതാം. ഓക്കെ, ഇനി ഓൾറെഡി പഠിച്ച ഒരു കാര്യമാണ്, എന്നാലും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം ABC ഉണ്ടെന്നെടുക്കുക. ഇതിൻ്റെ വശത്തിൻ്റെ നീളം A ആണ്. ഇനി എയിൽ നിന്നും ഞാനൊരു ഉന്നതി, ഹൈറ്റ്, ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കുകയാണ്. അത് H ആണെന്ന് വിചാരിച്ചു. അപ്പോൾ H എത്രയായിരിക്കും? ഇത് ഈ ഉന്നതി, ഈ ഹൈറ്റ് BCയെ 2 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ A/2, ഇവിടെ A/2, ഇത് D എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് H² എന്ന് പറയുന്നത് പൈത്തഗോറസ് സിദ്ധാന്ത പ്രകാരം കർണം സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഈ ട്രയാങ്കിളിലെ ബേസ് എന്ന് പറയുന്നത് A/2 ആണ്. A/2 സ്ക്വയർ, അതായത് A² മൈനസ് A²/4. ഇവിടെ 4A²/4. അപ്പോൾ 4A² മൈനസ് A²/4, ഇത് 3A²/4. ഇതിൽ നിന്നും H എന്ന് പറയുന്നത് √3A²/4, അതായത് H
റൂട്ട് 3 എ സ്ക്വയറിൻ്റെ റൂട്ട് എ ആയിരിക്കും, 4ൻ്റെ റൂട്ട് 2. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് റൂട്ട് 3a/2 ആണ്. ഇതിൽ നിന്നും നമുക്ക് ഏരിയ, ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ അര ഇൻറ്റു പാദം, ബേസ് എന്ന് പറയുന്നത് ബി സി ആണ് ഈ മൊത്തം ത്രികോണത്തിൻ്റെ. അപ്പം നമുക്ക് എ ഇൻറ്റു ഉയരം റൂട്ട് 3a/2. അപ്പം നമുക്ക് റൂട്ട് 3 എ ഇൻറ്റു എ സ്ക്വയർ/4. ഓക്കെ, ക്ലിയർ അല്ലേ? രണ്ട് രീതിയിൽ നമ്മൾ ഇവിടെ എന്ത് കണ്ടുപിടിച്ചു? ഏരിയ, പരപ്പളവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്ന് അന്തർവൃത്ത ആരം വെച്ചിട്ട്, ഇന്നർ സർക്കിളിൻ്റെ റേഡിയസ് ഉപയോഗിച്ചും ഇവിടെ ഹൈറ്റ് ഉപയോഗിച്ചുമാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം? താരതമ്യം ചെയ്യാം, കമ്പയർ ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ 3/2 സമം റൂട്ട് 3a²/4 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ എനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇത് 3/2r സമം റൂട്ട് 3/4 a². ഈ എ ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ എ. അപ്പം നമുക്കിവിടെ എയും ഒരു എയും ക്യാൻസലായി, a² എന്ന് പറയുമ്പോൾ a ഇൻറ്റു എ, ഒരു എ ക്യാൻസലായി പോവും. അപ്പം നമുക്ക് ഇവിടെ ഇനി ഇതിന് നമുക്ക് ഇങ്ങോട്ടേക്കും കൊണ്ടുവരാം. അപ്പോൾ ഇത് എ സമം 3/2r ഇൻറ്റു 4/√3. അപ്പം നമുക്കിവിടെ ഇത് ഒരു പ്രാവശ്യം, ഇത് 2 പ്രാവശ്യം. 3ന് നമുക്ക് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? ഇതിന് നമ്മൾ ഒരു റൂട്ട് 3 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ 3/√3ന് നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ റൂട്ട് 3 r ഇൻറ്റു 2 റൂട്ട് 3 r ഇങ്ങനെ കിട്ടും. ഓക്കെ, 3/√3 ഇതിന് പകരമായിട്ട് നമുക്ക് എന്ത് കിട്ടും? 3/√3ന് പകരം റൂട്ട് 3 എന്ന് കിട്ടും. അപ്പോൾ 2√3r. ഓക്കെ, അപ്പോൾ വൃത്തത്തിൻ്റെ ആരം r ആയാൽ വശം a ഈക്വൽ ടു 2√3r എന്ന് കിട്ടും. ഓക്കെ, radius of circle is r, then the side of triangle is 2√3r. ഇനി നമുക്ക് ഈ സമഭുജ ത്രികോണം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ അത് റൂട്ട് 3/4 a² ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടുന്ന് റൂട്ട് 3 a²/4 ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ വശത്തിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 2√3r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റൂട്ട് 3/4 ഇൻറ്റു 2√3r ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ആ r പുറത്താണ്. അപ്പം നമുക്കതൊന്ന് എഴുതി നോക്കാം. റൂട്ട് 3/4 a² ആണ് നമ്മുടെ ഏരിയ, പരപ്പളവ്. അപ്പോൾ റൂട്ട് 3/4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2√3r ഇതിൻ്റെ സ്ക്വയർ സമം റൂട്ട് 3/4 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4, റൂട്ട് 3ൻ്റെ സ്ക്വയർ 3, r-ൻ്റെ സ്ക്വയർ r². അപ്പോൾ നമുക്ക് ഇവിടെ 3√3r² എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് 3√3r². ഇനി
വൃത്തത്തിന്റെ പരപ്പളവ് ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. അതിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ മഞ്ഞ ഭാഗം, ഷെയ്ഡ് ചെയ്തിരിക്കുന്ന മഞ്ഞ ഭാഗത്തിന്റെ പരപ്പളവ് ഏരിയ എന്തായിരിക്കും? ത്രികോണത്തിന്റെ ഏരിയ മൈനസ് വൃത്തത്തിന്റെ ഏരിയ. അപ്പോൾ നിഴലിട്ട ഭാഗത്തിന്റെ പരപ്പളവ്, അതായത് മഞ്ഞ ഭാഗത്തിന്റെ ഷെയ്ഡ് റീജിയന്റെ ഏരിയ ഈക്വൽ ടു 3√3 ആർ സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ. ഓക്കെ, ഇനി ഒരു കുത്ത് ഇട്ടാൽ, ത്രികോണത്തിന് ഉള്ളിൽ ഒരു കുത്തിട്ടാൽ അത് വൃത്തത്തിന് പുറത്താകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മഞ്ഞ ഭാഗത്തിന്റെ ഏരിയ ഡിവൈഡ് ബൈ മൊത്തം ഏരിയ. അപ്പൊ നമുക്ക് 3√3 ആർ സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ത്രികോണത്തിന്റെ പരപ്പളവ് 3√3 ആർ സ്ക്വയർ. ഓക്കെ, അത് നമുക്ക് എങ്ങനെ എഴുതാം? 3√3 ആർ സ്ക്വയർ ബൈ 3√3 ആർ സ്ക്വയർ, പിന്നെ ഒരു മൈനസ് പൈ ആർ സ്ക്വയർ ബൈ 3√3 ആർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 3 ക്യാൻസൽ, √3 ക്യാൻസൽ, ആർ സ്ക്വയർ ക്യാൻസൽ. അപ്പൊ ഇവിടെ 1 എന്ന് കിട്ടും. എല്ലാം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1 ബാക്കിയുണ്ട്. ഓക്കെ, 0 അല്ല, 1 ആണ്. മൈനസ്, ഇനി ഇവിടെ ആർ സ്ക്വയറും ക്യാൻസൽ, പൈ ബൈ 3√3. അപ്പോൾ ത്രികോണത്തിനുള്ളിലിടുന്ന കുത്ത് വൃത്തത്തിന് പുറത്താവാനുള്ള സാധ്യത, probability that random dot falls in the shaded region equal to 1 minus pi by 3√3. ഓക്കെ, ഇതാണ് അടുത്ത ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക, സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് an arithmetic sequence is Sn equal to 2n square plus 3n. ഈ ശ്രേണിയുടെ ആദ്യത്തെ 19 പദങ്ങളുടെ തുകയാണ് ഈ ശ്രേണിയുടെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് 119 ആകുന്നത്? അപ്പോൾ നമുക്ക് n പദങ്ങളുടെ തുക 119 എന്ന് കിട്ടും. അപ്പോൾ n എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കിവിടെ 2n സ്ക്വയർ പ്ലസ് 3n 119 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ 2 കൊണ്ടൊന്ന് ഹരിക്കൂ. n സ്ക്വയർ പ്ലസ് 3/2n ഈക്വൽ ടു 119/2. ഇനി കൂട്ടുകാരെ, നമുക്ക് ഇത് ഇവിടെ നമുക്ക് a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, ഇതാണ് നമുക്ക് അറിയാം. ഇവിടെ a എന്ന് പറയുന്നത് n ആണെന്ന് വിചാരിച്ചാൽ നമുക്ക് n പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം n സ്ക്വയർ പ്ലസ് 2nb പ്ലസ് ബി സ്ക്വയർ, ഈ രൂപത്തിലാവുമല്ലോ. ഇനി നമുക്ക് ഇതിനെ ഈ രൂപത്തിലേക്ക് ആക്കണം. അതിനു വേണ്ടി n സ്ക്വയർ പ്ലസ് 3/2n ഇതിനെ നമുക്ക് ഈ രൂപത്തിലേക്ക് ആക്കണം. അപ്പോൾ ഇവിടെ ഓക്കെയാണ്. ഓക്കെ, ഇവിടെ ഒരു 2 വരണം. അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ്? ഇവിടെ ഒരു 2/2 ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും അല്ലേ? ഈ 2 വരാൻ വേണ്ടി 2/2.
ഇൻറ്റു, അപ്പോൾ ഈ 2 ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തു. ഈ n ഇവിടെ വന്നു. അപ്പോൾ b എന്തായിരിക്കും? b സമം 3/2 ഇൻറ്റു 2 4. ഓക്കെ. അപ്പോൾ ഞാൻ n സ്ക്വയർ പ്ലസ് 2 അപ്പോൾ n സ്ക്വയർ പ്ലസ് 3/2 ഇവിടെ ഉണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഒരു 2/2 ഇൻറ്റു 3/2 ഇൻറ്റു n സമം 119/2 ഈ രൂപത്തിൽ എഴുതിയാൽ n സ്ക്വയർ പ്ലസ് 2n ഇൻറ്റു 3/4 സമം 119/2 എന്ന് എഴുതാം. ഓക്കെ. നമുക്ക് ഈ രൂപത്തിലാവണമെങ്കിൽ ഒരു ബി സ്ക്വയർ കൂടി വേണം. അപ്പൊ ഇവിടെ ബി എന്ന് പറയുന്നത് 3/4 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? n സ്ക്വയർ പ്ലസ് 2n ഇൻറ്റു 3/4 പ്ലസ് ഇതിൻ്റെ വർഗം 3/4 വർഗം ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതേ സാധനം തന്നെ വലതുവശത്തും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 3/4 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇതിനെ നമ്മളെങ്ങനെ മാറ്റി എഴുതി? n സ്ക്വയർ പ്ലസ് 3/2 n സമം 119/2 ഈ രൂപത്തിലേക്ക് ആക്കി. a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇത് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന രൂപത്തിലാണ്. അപ്പൊ നമുക്ക് ഇത് എന്തെഴുതാം? a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇത് ബാക്കിയാണ്. ഇതുവരെ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിനെ വിപുലീകരിച്ചാൽ നമുക്ക് n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു n ഇൻറ്റു 3/4 പ്ലസ് 3/4 ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതാം. ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് 119/2 പ്ലസ് 3ന്റെ സ്ക്വയർ 9/4ന്റെ സ്ക്വയർ 16. ഇനി 2ന്റെയും ഡിനോമിനേറ്റർ ഛേദം 16 ആക്കണം. അപ്പോൾ ഇതിനെ 8 കൊണ്ട് ഗുണിക്കണം. അതിനുവേണ്ടി ഞാൻ ഇത് 120 ഇൻറ്റു 8 120 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 960. അതിന് 8 കുറച്ചാൽ മതി. ഓക്കെ. 119നെ എനിക്ക് 120 മൈനസ് 1 എന്ന് എഴുതാം. ഇതിനെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിനെ 8 കൊണ്ട് ഗുണിക്കുക. 120 ഇൻറ്റു 8 960 മൈനസ് 8 അപ്പോൾ 952 എളുപ്പത്തിൽ കിട്ടും. ഓക്കെ. 952/16 പ്ലസ് 9/16. അപ്പോൾ രണ്ടിനും ഛേദം ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇത് 961/16 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ n പ്ലസ് 3/4ന്റെ സ്ക്വയർ ആണ് 961/16. ഒരു കാര്യം ശ്രദ്ധിക്കാം കൂട്ടുകാരെ, ഇവിടെ നമുക്ക് 31 ഇൻറ്റു 31 ഒന്ന് ചെയ്ത് നോക്കൂ. 961 കിട്ടും. 31 ഇൻറ്റു 31 31 ഇൻറ്റു 1 31 അതിലൊരു 3 31 ഇൻറ്റു 3 എത്ര കിട്ടും? 93 93 3 96. കണ്ടോ? 31ന്റെ വർഗമാണ് ആര്? 961. 31 സ്ക്വയർ ബൈ 4 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ n പ്ലസ് 3/4 സമം ഇതിൻ്റെ സ്ക്വയർ റൂട്ട്. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 31/4 എന്ന് കിട്ടും. ഓക്കെ. ഇതിൽ നിന്നും n കണ്ടുപിടിക്കണം. n ഈക്വൽ ടു 31/4 മൈനസ് 3/4. 31 3 പോയാൽ 28/4 7 എന്ന് കിട്ടി. ഇത്രയും ചെയ്താൽ 7 കിട്ടും. ഓക്കെ.
അപ്പൊ നമുക്ക് എന്താണ് 7 പദങ്ങളുടെ തുകയാണ് 119. n ഒരു എണ്ണൽ സംഖ്യ ആയതിനാൽ ആദ്യത്തെ 7 പദങ്ങളുടെ തുകയാണ് 119. Since n is a natural number, sum of first 7 terms is 119. Okay. ഇത് രണ്ടാം കൃതി സമവാക്യങ്ങൾ അറിയുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം. എൺപതാമത്തെ ചോദ്യം നോക്കൂ. ചിത്രത്തിൽ എ ബി വ്യാസമായ അർദ്ധവൃത്തത്തിനുള്ളിൽ സി ഡി എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇൻസൈഡ് semicircle with diameter AB, points C and D are marked. If angle CAB equal to 25, കോൺ CAB 25 ഡിഗ്രി ആയാൽ ആംഗിൾ ABC എത്ര? ABC ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് എളുപ്പമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ കോൺ ACB 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഒരു അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രിയാണ്. അപ്പോ ACB അർദ്ധവൃത്തത്തിലുള്ള കോണാണ്, അതുകൊണ്ട് അത് 90 ഡിഗ്രിയാണ്. കാരണം അർദ്ധവൃത്തത്തിന്റെ ഇവിടെ തുടങ്ങി ഇങ്ങനെ പോയി അർദ്ധവൃത്തത്തിന്റെ മറ്റേ എൻഡിലെത്തി. അതുകൊണ്ട് കോൺ ACB 90 ഡിഗ്രിയാണ്. ആൻഡ് ആംഗിൾ ഇൻ ദി സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അപ്പൊ ഇത് നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ നമുക്കിനി കോൺ ABC സമം 180 മൈനസ് 25 പ്ലസ് 90. അപ്പോൾ 180 മൈനസ് 115, അപ്പോൾ 65 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് കോൺ ADC എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ABCD എന്ന ചതുർഭുജം ക്വാഡ്രിലാറ്ററൽ ചക്രീയ ചതുർഭുജമാണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ABCD ചക്രീയ ചതുർഭുജം, അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ തുക സം, എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി. അപ്പൊ നമുക്ക് കോൺ ADC ഈക്വൽ ടു 180 മൈനസ് 65, അപ്പൊ 115 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ഉണ്ടാവും. ഇത് വളരെ ഒരു ചിന്തിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. രണ്ട് സമാന്തര ശ്രേണികളുടെ ആദ്യത്തെ n പദങ്ങളുടെ തുകകളുടെ അംശബന്ധം 3n + 1 5n - 2 ആണ്. Ratio of sum of first n terms of two arithmetic sequences is 3n + 1 5n - 2. എങ്കിൽ അവയുടെ അഞ്ചാം പദങ്ങളുടെ അംശബന്ധം കണക്കാക്കുക. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി കുറച്ച് സ്ഥലം വേണം. അപ്പൊ ഞാൻ ഇതിനെ ഇങ്ങനെ ആക്കുവാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യത്തെ n പദങ്ങളുടെ തുകകളുള്ള രണ്ട് ശ്രേണികൾ. അപ്പോൾ ഒന്നാമത്തെ ശ്രേണിയിലെ തുക
അത് നമുക്ക് എസ് എൻ എന്ന് എഴുതാം. അത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? n/2 ഇൻറ്റു ഒന്നാം പദം നമുക്ക് F1 എടുക്കാം. ഓക്കെ, പ്ലസ് എന്നാം പദം. എന്നാം പദത്തിനെ ഒന്നാം പദം പ്ലസ് n-1 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയതെന്ന് എഴുതാമല്ലോ. പൊതുവ്യത്യാസം D1 ആണെന്ന് വിചാരിക്കുക, കാരണം 2 ശ്രേണിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ D1 D2 എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ F1 പ്ലസ് ഇത് ഒന്നാമത്തെ പദം. ഇനി എന്നാം പദത്തിനെ എങ്ങനെ എഴുതാം? F1 പ്ലസ് n-1 ഇൻറ്റു D1 എന്ന് എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ശ്രേണിയെ നമുക്ക് Sn എന്താ കൊടുക്കണ്ടേ? ഇവിടെ ഒരു ഡാഷ് കൊടുക്കാം. Sn ഡാഷ് ഈക്വൽ ടു n പദങ്ങളുടെ തുക, അപ്പൊ n/2 ഇൻറ്റു ഈ ശ്രേണിയിലെ ഒന്നാമത്തെ പദം F2 എന്ന് എടുക്കാം. F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ശ്രേണിയുടെ ഒന്നാം പദം. ഇനി ഇതിൻ്റെ എന്നാം പദം എന്തായിരിക്കും? ഒന്നാം പദമായ F2 കൂടി n-1 പ്രാവശ്യം ഇതിൻ്റെ പൊതുവ്യത്യാസം D2 കൂട്ടിയാൽ മതി. ഓക്കെ, ഇനി ഇവ തമ്മിലുള്ള റേഷ്യോ, അംശബന്ധം Sn/Sn പ്രൈം ഈക്വൽ ടു ഇതിനെ ഹരിക്കുകയാണ് വേണ്ടത്, അല്ലേ? അപ്പോൾ നമുക്ക് n/2 ഇൻറ്റു F1 കൂട്ടിയാൽ 2F1 പ്ലസ് n-1 ഇൻറ്റു D1 ബൈ n/2 ഇൻറ്റു F2 പ്ലസ് F2 2F2 പ്ലസ് n-1 ഇൻറ്റു D2. ഇവിടെ ഇതും ക്യാൻസൽ ആയി പോയി. ഇത് എന്തിനു തുല്യമാണെന്ന് തന്നിട്ടുണ്ട്? 3n+1 ഈസ്റ്റിന് പകരം ബൈ 5n-2 ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ഓഫ് ദെയർ ഫിഫ്ത്ത് ടേംസ്, അഞ്ചാം പദങ്ങളുടെ അംശബന്ധം കാണുക. അപ്പൊ നമുക്ക് ആദ്യ ശ്രേണിയിലെ അഞ്ചാം പദം അഞ്ചാം പദം എന്തായിരിക്കും? ഒന്നാം പദം F1 പ്ലസ് 4 ഇൻറ്റു പൊതുവ്യത്യാസം D1. ഇനി രണ്ടാം ശ്രേണിയിലെ അഞ്ചാം പദം F2 പ്ലസ് 4 D2. Fifth term of second sequence. ഓക്കെ, ഇനി ഇവ തമ്മിലുള്ള അംശബന്ധം റേഷ്യോ, അംശബന്ധം സമം F1 പ്ലസ് 4 D1 ബൈ F2 പ്ലസ് 4 D2. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് ഇതിനെ ഇതുമായി താരതമ്യം ചെയ്യാൻ വേണ്ടി
ഇവിടെ F1 ആണ്, ഇവിടെ എന്തുണ്ട്? 2F1 ഉണ്ട്. അതുകൊണ്ട് ഇതിന് മൊത്തം ഒന്ന് 2 കൊണ്ട് ഗുണിച്ചാലോ? അതായത് 2F1 പ്ലസ് 2 × 4 8D1 ബൈ താഴെയും ഗുണിക്കുക 2F2 പ്ലസ് 8D2. ശരിക്കും ഇവിടെ 2/2 ആണ് അല്ലേ? 2F1 പ്ലസ് 8 എന്ന് പറയുമ്പോൾ അന്ന് 2 പുറത്തെടുത്തു, ഇവിടുന്ന് 2 പുറത്തെടുത്തു, അപ്പോൾ ശരിയായി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നോക്കൂ, ഇനിയാണ് ഇവിടെ ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ 2F1 ഇവിടെ 2F1, 2F2 2F2, D1 D1, D2 D2. അതായത് ഇവിടെ Sn/Sn പ്രൈമിൽ n-1ന് 8 കൊടുത്താൽ ഇതെന്താവും? 5 പദങ്ങളുടെ അംശബന്ധമാവും. അപ്പം നമുക്ക് n-1 = 8. ക്ലിയർ ആണല്ലോ? ഈ ഭാഗങ്ങളെല്ലാം തുല്യമാണ്. അപ്പോൾ n-1 8 കഴിഞ്ഞാൽ ഇവർ രണ്ടും തുല്യമാവും. അപ്പോൾ n-1 = 8. ഇതിൽ നിന്നും n എന്ത് കിട്ടും? 8 + 1 9. അപ്പോൾ n-ന് 9 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 5 പദങ്ങളുടെ റേഷ്യോ കിട്ടും. അപ്പോൾ n 9 ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ 3 × 9 + 1 ബൈ 5n - 2, 5 × 9 - 2, 27 + 1 28 ബൈ 45 - 3 43. അപ്പോൾ 5 പദങ്ങൾ തമ്മിലുള്ള റേഷ്യോ അംശബന്ധം 28:43 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ പറഞ്ഞ സ്റ്റെപ്പുകൾ നോക്കുക. ആദ്യ ശ്രേണിയുടെ n പദങ്ങളുടെ തുക Sn = 2F1 + n-1 × D1. രണ്ടാം ശ്രേണിയുടെ ആദ്യ n പദങ്ങളുടെ തുക Sn പ്രൈം = 2F2 + n-1 × D2. അത് ഈക്വൽ ടു 3n + 1/5n - 2. ഓക്കെ, ഇനി അഞ്ചാം പദങ്ങളുടെ അംശബന്ധത്തിന് ഒന്നാം ശ്രേണിയിലെ അഞ്ചാം പദം F1 + 4D1 ബൈ രണ്ടാം ശ്രേണിയിലെ അഞ്ചാം പദം F2 + 4D2 കാണണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇതിനെ എല്ലാ പദത്തിനെയും 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ അത് തുല്യമാണ്. കാരണം മുകളിൽ 2 കൊണ്ടും താഴെ 2 കൊണ്ടും ഗുണിച്ചാൽ ആ 2 ക്യാൻസൽ ആവും. അപ്പോൾ തുല്യമാവും. അപ്പോൾ 2F1 + 8D1 ബൈ 2F2 + 8D2. ഇനി ഇതും താരതമ്യം ചെയ്യുകയാണ്. ഇവരെ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n-1 8 എന്ന് എഴുതാം. അതിൽ നിന്നും n 9 എന്ന് കിട്ടും. n 9 നൽകിയാൽ അംശബന്ധം റേഷ്യോ ഈക്വൽ ടു 3 × 9 + 1/5 × 9 - 2 28/43. സോ നമ്മുടെ അഞ്ചാം പദങ്ങളുടെ അംശബന്ധം റേഷ്യോ ഓഫ് ഫിഫ്ത് ടേംസ് 28:43 എന്ന് കിട്ടും. ഇനി ഈ ചോദ്യം നോക്കൂ. 10 മുതൽ 99 വരെയുള്ള എല്ലാ രണ്ടക്ക സംഖ്യകളിൽ നിന്നും ഒരെണ്ണം സമസമമായി എടുത്താൽ
One two-digit number is chosen at random from 10 to 99. 10 മുതൽ 99 വരെ 99 മൈനസ് 10 ബൈ 1 പ്ലസ് 1 90 രണ്ടക്ക സംഖ്യകളുണ്ട്. ആകെ രണ്ടക്ക സംഖ്യകൾ ടോട്ടൽ നമ്പേഴ്സ് 90. നിങ്ങൾക്കറിയാം, ഇല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിച്ചാലും മതി. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം. എണ്ണൽ സംഖ്യകൾ തമ്മിലുള്ള പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഒന്നാണല്ലോ, പ്ലസ് 1. അപ്പോൾ നമുക്ക് 89 പ്ലസ് 1 90 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ നമ്പേഴ്സ് 90. ഇനി രണ്ടക്ക സംഖ്യകളിൽ അക്കങ്ങളുടെ തുക 9 ആകാനുള്ള സാധ്യത എത്ര? അപ്പോൾ 2 ഡിജിറ്റ് നമ്പറിലെ 10ാം സ്ഥാനത്തുള്ള അക്കം 1 ആണെങ്കിൽ 1ാം സ്ഥാനത്ത് ആരായിരിക്കും? 9 കിട്ടണമെങ്കിൽ 8 കൂട്ടണം, 18. അപ്പോൾ ഒരു സംഖ്യ 1 8 കൂട്ടിയ 9, അപ്പോൾ ഒരെണ്ണം 18. ഇനി 10th പ്ലേസിൽ 2 ആണെങ്കിൽ ഫസ്റ്റ് പ്ലേസിൽ ആരായിരിക്കും? 7 ആയിരിക്കണം. 2 7 27 9. 3 6 3 6 9, 4 5 9, 5 4 9, 6 3 9, 7 2 9, 8 1 9, 9 0 9. അപ്പോൾ അക്കങ്ങളുടെ തുക 9 ആകുന്ന സംഖ്യകൾ, അപ്പോൾ സം ഓഫ് ഡിജിറ്റ്സ് 9 ആകുന്ന നമ്പേഴ്സ് ഇതാ ഈ എഴുതിയ 9 എണ്ണം. ഓക്കെ, അപ്പോൾ സാധ്യത പ്രോബബിലിറ്റി ദാറ്റ് സം ഓഫ് ഡിജിറ്റ്സ് ഈസ് 9. ആകെ സം ഓഫ് ഡിജിറ്റ്സ് 9 വരുന്നത് എത്രയാണ്? 9 എണ്ണം ബൈ ആകെ രണ്ടക്ക സംഖ്യകൾ 90. അപ്പോൾ നമുക്ക് 9/90 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/10. ഓക്കെ, അക്കങ്ങൾ ഒരേ സംഖ്യയാകാനുള്ള സാധ്യത എത്ര? പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ഡിജിറ്റ്സ് ആർ സെയിം. ഇതൊന്നാണെങ്കിൽ 1, 2 ആണെങ്കിൽ 2, 22, 33, 44, 55, 66, 77, 88, 99. അപ്പോൾ സംഖ്യകൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവയാണ്. അപ്പോൾ കൗണ്ട് എത്രയാണ്? എണ്ണം എത്രയാ? 9. സെയിം ഡിജിറ്റ്സ് ഇതാണ് 9 എണ്ണം. അപ്പോൾ അക്കങ്ങൾ ഒരേ സംഖ്യ ആകാനുള്ള സാധ്യത പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ഡിജിറ്റ്സ് ആർ സെയിം. അപ്പം നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ 9 എണ്ണം ബൈ ആകെ രണ്ടക്ക സംഖ്യകൾ 90. അപ്പം നമുക്ക് 1/10 എന്ന് കിട്ടും. ഓക്കെ, എളുപ്പമുള്ള ചോദ്യമാണ്. ഇനി ഇത് ഒരു സമാന്തര ശ്രേണിയുടെ പിയാം പദം ക്യൂവും ക്യൂആം പദം പിയുമായാൽ പൊതുവ്യത്യാസം -1 ആണെന്ന് തെളിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. പിയാം പദം, അതായത് എക്സ് പി, ക്യൂ എന്ന് തന്നിട്ടുണ്ട്. ക്യൂആം പദം എക്സ് ക്യൂ, അത് പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പൊതുവ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. പൊതുവ്യത്യാസം ഡി കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഒന്നാം പദം എഫ് പ്ലസ് പിയാം പദം കാണണമെങ്കിൽ P-1 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം. അപ്പൊ എഫ് പ്ലസ് P-1 ഇൻറ്റു ഡി എന്തെന്ന് എഴുതാം? ക്യൂ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്യൂആം പദത്തിനെ എങ്ങനെ എഴുതാം? ഒന്നാം പദം പ്ലസ് ഒന്ന് കുറവ് Q-1 ഇൻറ്റു പൊതുവ്യത്യാസം സമം പി എന്ന് എഴുതാം.
ഇത് സമവാക്യം 1, ഇത് സമവാക്യം 2. ഇനി ഈ രണ്ട് സമവാക്യങ്ങളൊന്ന് കുറച്ച് നോക്കിയാലോ. 1 മൈനസ് 2, എഫും കുറച്ചാൽ ക്യാൻസൽ ആയിപ്പോയി. ഇനി ഇത് നമുക്ക് എഴുതാം. പി മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി സമം ക്യൂ മൈനസ് പി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൽ രണ്ടിലും ഡി പൊതുവാണല്ലോ. അപ്പം ഞാൻ ആദ്യം ഡി എന്ന് എഴുതി. എന്നിട്ട് വലിയൊരു ബ്രാക്കറ്റിൽ ഇതിൽ ബാക്കിയുള്ളത് പി മൈനസ് 1. ഈ മൈനസ് എഴുതി. ഇതിൽ ബാക്കിയുള്ളത് ക്യൂ മൈനസ് 1 സമം ക്യൂ മൈനസ് പി. അപ്പോൾ ഇത് ഡി ഇൻറ്റു പി മൈനസ് 1 മൈനസ് ഉള്ളിലേക്ക് എടുത്താൽ മൈനസ് ക്യൂ മൈനസ് മൈനസ് പ്ലസ് 1 സമം ക്യൂ മൈനസ് പി. അപ്പോൾ ഡി ഇൻറ്റു മൈനസ് 1ഉം പ്ലസ് 1ഉം ക്യാൻസൽ. ബാക്കി പി മൈനസ് ക്യൂ സമം ക്യൂ മൈനസ് പി. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്നും ഡി സമം ക്യൂ മൈനസ് പി ഒരു ബ്രാക്കറ്റ് ഇടാം ബൈ, കാരണം ഇവിടെ ഡി ഇൻറ്റു ആണ്, അതിങ്ങോട്ട് എത്തുമ്പോൾ ഡിവൈഡ് ബൈ ആയി മാറും പി മൈനസ് ക്യൂ. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു -1 പുറത്തേക്ക് എടുത്താൽ ഇത് മൈനസ് ഇൻറ്റു മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് വരും? ഇവിടെ മൈനസ് ക്യൂ വരണം, എന്നാലാണ് മൈനസും മൈനസും പ്ലസ് ആവുള്ളൂ. ഓക്കെ. അപ്പോൾ പ്ലസ് ക്യൂ. ഇനി ഇവിടെ ഞാനൊരു പ്ലസ് ഇടണം, കാരണം ഇവിടെ ചിഹ്നങ്ങൾ മാറണം. ഒരു മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചിഹ്നങ്ങൾ മാറും. മൈനസ് ഓഫ് മൈനസ് ക്യൂ, ഈ മൈനസ് പ്ലസ് പി ആവും. നോക്കൂ, മൈനസ് മൈനസ് പ്ലസ്, അപ്പോൾ ക്യൂ മൈനസും പ്ലസും മൈനസ് പി ഡിവൈഡഡ് ബൈ പി മൈനസ് ക്യൂ. ഇത് ശ്രദ്ധിക്കുക, മൈനസ് ക്യൂ പ്ലസ് പിനെ നമുക്ക് പി മൈനസ് ക്യൂ എന്ന് എഴുതാമല്ലോ, ബൈ പി മൈനസ് ക്യൂ. അപ്പം എന്താ? ഇതും ക്യാൻസൽ. അതിൻ്റെ അർത്ഥം ഇത് ഇവിടെ ഒരു ഒന്നുണ്ട്, -1. അപ്പോൾ പൊതു വ്യത്യാസം -1 എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ ആദ്യ ഭാഗം നമ്മൾ തെളിയിച്ചു. ഇനി പറയുന്നത് എന്താണ്? പി പ്ലസ് ക്യൂ ആം പദം 0 ആണെന്ന് തെളിയിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? പി പ്ലസ് ക്യൂ ആം പദം എക്സ് പി പ്ലസ് ക്യൂ, ഇതാണ് പി പ്ലസ് ക്യൂ ആം പദം. ഇതെന്ന് പറയുമ്പോൾ ഒന്നാം പദം പ്ലസ് പി പ്ലസ് ക്യൂ എന്ന് ഒന്ന് കുറയ്ക്കണം, അതാണല്ലോ വേണ്ടത്. അത്രയും പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം. അപ്പോൾ എഫ് പ്ലസ് പി പ്ലസ് ക്യൂ -1 ഇൻറ്റു ഡി, അതാണ് നമ്മുടെ പി പ്ലസ് ക്യൂ ആം പദം. ഇനി കൂട്ടുകാരെ, ഇവിടെ നമുക്ക് ആദ്യം ഡി -1 അറിയാം. അപ്പോൾ എഫ് പ്ലസ് പി പ്ലസ് ക്യൂ -1 ഇൻറ്റു -1. അപ്പം നമുക്കിവിടെ ഒന്നാം പദം ഒരു മിനിറ്റ്, അവിടെ പ്ലസ് വേണ്ട. ഈ പ്ലസും -1ഉം ഇവിടെ ഒരു പ്ലസ് 1 ആണല്ലോ ഉള്ളത്. +1 ഇൻറ്റു -1 അത് മൈനസായി മാറി. പിന്നെ ഇത് ബ്രാക്കറ്റ് അതേപോലെ തന്നെ എഴുതാം. ഓക്കെ. +1 ഇൻറ്റു പി പ്ലസ് ക്യൂ -1 ഇൻറ്റു -1. അപ്പോൾ ഈ +1ഉം -1ഉം ഗുണിക്കുമ്പോൾ -1. ഇത് അതേപോലെ എഴുതി. പക്ഷേ എഫ് കിട്ടിയാലെയാണ് നമുക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. അതുകൊണ്ട്
നേരത്തെ നമ്മൾ രണ്ട് സമവാക്യങ്ങൾ ഉണ്ടാക്കി വെച്ചത് ഓർമ്മയില്ലേ? ഇതാ എഫ് പ്ലസ് പി മൈനസ് ക്യൂ എഫ് പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി സമം ക്യൂ. ഇതിൽ ഡിക്ക് 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് സമവാക്യം 1-ല് ഡിക്ക് 1 കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ എഫ് പ്ലസ് പി മൈനസ് 1 എഫ് പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് 1 സമം എഫ് പ്ലസ് പി മൈനസ് 1 ഇൻറ്റു മൈനസ് 1 സമം ക്യൂ. ഡി സമം 1 സമവാക്യം 1-ൽ ഉപയോഗിച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഡി ഈക്വൽ ടു 1 ഇൻ ഇക്വേഷൻ 1. അപ്പൊ നമുക്ക് എഫ് പ്ലസ് പി മൈനസ് 1 ഇൻറ്റു മൈനസ് 1 സമം ക്യൂ. അപ്പൊ ഇതിൽ നിന്നും എഫ് ഈ മൈനസ് ഇവിടേക്ക് ഇടാം. പ്ലസും മൈനസും മൈനസ്, ബ്രാക്കറ്റിനകത്ത് പി മൈനസ് 1 സമം ക്യൂ. അപ്പൊ നമുക്ക് ഇവിടെ എഫ് എന്ന് പറയുന്നത് ക്യൂ മൈനസ് പി മൈനസ് 1 അങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്ലസ് പി മൈനസ് 1. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നാം പദത്തിനെ ഇങ്ങനെ എഴുതാം. അപ്പൊ നമ്മുടെ എക്സ് പി പ്ലസ് ക്യൂ ആം പദത്തിനെ ഇവിടെ എഫ് ക്യൂ പ്ലസ് പി മൈനസ് 1 ഈ മൈനസ് ഉള്ളിൽ കൊടുക്കൂ. മൈനസ് പി മൈനസ് ക്യൂ മൈനസും മൈനസും പ്ലസ്. ഇനി നോക്കിയാൽ ക്യൂ മൈനസ് ക്യൂ പി മൈനസ് പി മൈനസ് 1 പ്ലസ് 1 0 എന്ന് കിട്ടും. അപ്പോൾ പി പ്ലസ് ക്യൂ ആം പദം ക്യൂ എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താന്ന് വെച്ചാൽ പി ആം പദം വേറൊരു പദമാണ്. അതേപോലെ പി ആം പദം ക്യൂ ആണെങ്കിൽ ക്യൂ ആം പദം പിയും ആണെങ്കിൽ ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം -1 ആയിരിക്കും. അതേപോലെ ഇത് രണ്ടും കൂട്ടാം. പി പ്ലസ് ക്യൂ പി പ്ലസ് ക്യൂ ആം പദം 0 ആയിരിക്കും. അത് എപ്പോഴും അങ്ങനെയായിരിക്കും. അതാണ് ഈ ചോദ്യത്തിൽ നിന്നും നമ്മൾ പഠിച്ച പുതിയ ഒരു കാര്യം. ഇപ്പൊ നമ്മൾ ഒരു സമാന്തര ശ്രേണിയുടെ എ ആം പദം ബിയും ബി ആം പദം എയുമാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൊതുവ്യത്യാസം -1 ആയിരിക്കും. കൂടാതെ എ പ്ലസ് ബി പദം എ പ്ലസ് ബിത്ത് ടേം 0 ആയിരിക്കും. ഇതാണ് ഈ ചോദ്യത്തിൽ നിന്നും നമ്മൾ പഠിച്ച കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി അപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. 84-ാമത്തെ ചോദ്യം. ചിത്രത്തിൽ എ ബി വൃത്തത്തിന്റെ വ്യാസം ഡയാമീറ്റർ, ഒ വൃത്തകേന്ദ്രം സെന്റർ, ഇനി സി ഡി എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. സി ആൻഡ് ഡി ആർ ഓൺ ദി സർക്കിൾ. സി ഡി ഈക്വൽ ടു ഒ എ. സി ഡി സമം ഒ എ. അപ്പൊ നമുക്ക് ഇവിടെ സി ഡിയുടെ അതേ നീളമാണ് ഒ എക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ കോൺ സി ഒ ഡി എത്ര? എവിടെയത്? സി ഒ ഡി
COD ഇതാണ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ OC എന്ന് പറയുന്നത് ആരമാണ്, റേഡിയസ്. OD അതും എന്താണ്, റേഡിയസ് ആണ്. ഇനിയിപ്പോ ഇവിടെ OA റേഡിയസ് ആണ്. ഇനി ഇവിടെ CD ഈക്വൽ ടു OA എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം CDയും എന്താണ്, റേഡിയസ് ആണ്. അപ്പോൾ ട്രയാങ്കിൾ ODC അതിൽ 3 വശങ്ങളും RRR. അതുകൊണ്ട് ത്രികോണം ODC എന്താണ്, സമഭുജ ത്രികോണമാണ്. ഇതാ ഓക്കെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ ഇതിലെ ഓരോ കോണുകളും 3 ഡിഗ്രി വീതമാണ്. അപ്പോൾ ഇത് 60, ഇതും 60, ഇതും 60 എന്ന് കിട്ടും. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് COD ആണ്. അപ്പോൾ കോൺ COD 60 ഡിഗ്രി. ഓക്കെ. ഇനി CD ചാപം, ആർക്ക് CD വൃത്തത്തിലെ മറ്റു ബിന്ദുക്കളിൽ ഉണ്ടാക്കുന്ന കോൺ എത്ര? മറ്റു ബിന്ദുക്കളിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? കോൺ DAC കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. CDയുടെ കേന്ദ്രകോൺ, ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് CD, അതെത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ്, പകുതിയായിരിക്കും ആൾട്ടർനേറ്റ് ആർക്കിലെ എല്ലാ കോണുകളും. മറുചാപത്തിലെ എല്ലാ കോണുകളും ഇതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ DAC പകുതിയായിരിക്കും. അതേപോലെ തന്നെയാണ് ആര്, DBC. ഓക്കെ, DBCയും അതേപോലെ DAC, അത് രണ്ടും 30 ഡിഗ്രി ആയിരിക്കും. അതാണ് CD ചാപം വൃത്തത്തിലെ മറ്റു ബിന്ദുക്കളിൽ ഉണ്ടാക്കുന്ന കോൺ 60/2 30. വൃത്തത്തിലെ കോൺ കേന്ദ്രകോണിന്റെ പകുതിയാണ്. ആംഗിൾ ഓൺ സർക്കിൾ ഈസ് ഹാഫ് ദി സെൻട്രൽ ആംഗിൾ. അതുകൊണ്ട് 30 ഡിഗ്രി. ഓക്കെ, സിമ്പിൾ. അടുത്ത ചോദ്യം, 3, 7, 11, 39 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങൾ ചെറിയ കാർഡുകളിൽ എഴുതി ഒരു പെട്ടിയിലിട്ടിരിക്കുന്നു. ഇതിൽ നിന്നും ഒന്നെടുത്താൽ ആദ്യം ആകെ എത്ര കാർഡുകളുണ്ട്? ഓക്കെ, അപ്പൊ 3, 7, 11, 39 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങൾ ചെറിയ കാർഡുകളിൽ എഴുതി ഒരു പെട്ടിയിലിടുകയാണ്. അപ്പോൾ ഈ പെട്ടിയിൽ ഉണ്ടാവുന്ന സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 3, 7, 11, 4 കൂട്ടണം, കാരണം ഇതിലെ പൊതുവ്യത്യാസം 4 ആണ്. 11, 15, 19, 23, 27, 31, 35, 39. ഓക്കെ, അപ്പോൾ പെട്ടിയിലുള്ള കാർഡുകളിൽ എഴുതിയിരിക്കുന്ന സംഖ്യകൾ, the numbers written on the cards, ഇത്രയാണ്. അപ്പൊ നമ്പർ ഓഫ് കാർഡ്സ് എത്രയാണ് ഇവിടെ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ 10 ഇതിങ്ങനെ എഴുതിയാൽ തന്നെ മതി. സീക്വൻസ് എഴുതിയിട്ട് 10 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പദങ്ങളുടെ എണ്ണം n =
അവസാന പദം ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഒന്നാം പദം ബൈ പൊതുവ്യത്യാസം 4 പ്ലസ് 1 അങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ 36/4 പ്ലസ് 1 9 പ്ലസ് 1 10 എന്ന് കിട്ടും. ഓക്കെ, xn മൈനസ് x1/d പ്ലസ് 1 ആ ഫോർമുല ഉപയോഗിക്കാം. ഇനി ഈ സംഖ്യകളിൽ നിന്നും ഒരെണ്ണം നമ്മൾ എടുക്കുകയാണ്. 1 കാർഡ് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം. അത് അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ ആവാനുള്ള സാധ്യത എത്ര? അപ്പൊ നമ്മുടെ ശ്രേണി അതിലുള്ള അഭാജ്യ സംഖ്യകൾ നോക്കാം. 3, 7, 11, 15 അഭാജ്യ സംഖ്യയല്ല, പ്രൈം അല്ല. 19, 23, 27 പ്രൈം അല്ല. 31 പ്രൈം ആണ്. 35 പ്രൈം അല്ല. 39 പ്രൈം അല്ല. 13 × 3 39. അതുകൊണ്ട് പ്രൈംസ് അഭാജ്യ സംഖ്യകൾ 1, 2, 3, 4, 5, 6 6 ഇനി അഭാജ്യ സംഖ്യ കിട്ടാനുള്ള സാധ്യത പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ ഈക്വൽ ടു അഭാജ്യ സംഖ്യകളുടെ എണ്ണം 6 ആകെ സംഖ്യകളുടെ എണ്ണം 10. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഹരിച്ചാൽ 3/5. ഉത്തരം 3/5. 5ന്റെ ഗുണിതമാകാനുള്ള സാധ്യത. അപ്പൊ നമ്മുടെ ശ്രേണിയിലുള്ള സംഖ്യകൾ നോക്കുക. അതിൽ 5ന്റെ മൾട്ടിപ്പിൾസ് ഗുണിതങ്ങൾ. 5ന്റെ ഗുണിതം 15, 19, 23, 27, 31, 35 രണ്ടെണ്ണം. അപ്പോൾ 5ന്റെ ഗുണിതം കിട്ടാനുള്ള സാധ്യത പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ഈക്വൽ ടു ഫേവറബിൾ ഔട്ട്കംസ് 2 ടോട്ടൽ ഔട്ട്കംസ് 10. അനുകൂല സാഹചര്യം 2 ആകെ സാഹചര്യങ്ങൾ 10. അപ്പോൾ 2/10 2 കൊണ്ട് ഹരിച്ചാൽ 1/5. So the answer is 1/5. ഇനി ഈ ചോദ്യം നോക്കൂ. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക Sn സമം 2n² പ്ലസ് 4n ആണ്. ഒന്നാം പദവും പൊതുവ്യത്യാസവും കാണുക. ഇപ്പൊ നമുക്ക് n പദങ്ങളുടെ തുക pn² പ്ലസ് qn ആണെങ്കിൽ പൊതുവ്യത്യാസം d എന്ന് പറയുന്നത് p യുടെ ഡബിൾ ആയിരിക്കും. 4. 2 × 2 4. പിന്നെ ഒന്നാം പദം f എന്ന് പറയുന്നത് p പ്ലസ് q ആയിരിക്കും. അതായത് ഇത് 2p സമം 4. 2 പ്ലസ് 4 6. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ അപ്പൊ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി അതങ്ങനെ തന്നെയാണോ നോക്കാം. ഒന്നാം പദം കിട്ടാൻ n-ന് 1 കൊടുക്കുക. അപ്പോൾ S1 സമം 2 × 1² പ്ലസ് 4 × 1. 2 പ്ലസ് 4 6 6. അതുതന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തപ്പോഴും അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഓർത്ത് വെച്ചാൽ എളുപ്പത്തിൽ കിട്ടും. n പദങ്ങളുടെ തുക pn² പ്ലസ് qn ആണെങ്കിൽ പൊതുവ്യത്യാസം 2p, ആദ്യ പദം ഫസ്റ്റ് ടേം p പ്ലസ് q. ഇനി പൊതുവ്യത്യാസം കാണണമെങ്കിൽ നമുക്ക് 2 പദങ്ങൾ വേണം. അപ്പോൾ ഒരു പദം നമുക്ക് കിട്ടി. രണ്ടാം പദം കിട്ടാൻ വേണ്ടി 2 പദങ്ങളുടെ തുക. അപ്പോൾ S2 കാണുക. ഫസ്റ്റ് 2 ടേംസിൻ്റെ സം S2 എന്ന് പറയുമ്പോൾ 2 × 2² പ്ലസ് 4 × 2. 2² 4, 4 2 8 പ്ലസ് 4 × 2 8, 8 8 16. അപ്പോൾ 2 പദങ്ങളുടെ തുക 16 എന്ന് കിട്ടും.
ഇനി ഇതിൽ നിന്നും നമുക്ക് ഒന്നാം പദം പ്ലസ് രണ്ടാം പദം സമം 16. അതായത് ഒന്നാം പദം 6 ആണ്. 6 പ്ലസ് രണ്ടാം പദം സമം 16. അപ്പോൾ രണ്ടാം പദം 16 മൈനസ് 6 10 എന്ന് കിട്ടും. ഓക്കെ. ഇനി പൊതുവ്യത്യാസം ഡി സമം രണ്ടാം പദം മൈനസ് ഒന്നാം പദം x2 മൈനസ് x1 10 മൈനസ് 6 4. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് പകരം ഫോർമുല ഉപയോഗിച്ചാൽ പെട്ടെന്ന് കിട്ടും. ഈ ശ്രേണിയുടെ n-ാം പദം കാണുക. n-ാം പദം എന്ന് പറഞ്ഞാൽ എന്താണ്? xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. അപ്പൊ നമുക്ക് പൊതുവ്യത്യാസം 4n പ്ലസ് 6 മൈനസ് 4 4n പ്ലസ് 2. ഓക്കെ. ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് തുക 240 കിട്ടുന്നത്? അപ്പൊ നമുക്കിവിടെ 2n² പ്ലസ് 4n ആണ് നമ്മുടെ തുക. n പദങ്ങളുടെ തുക 2n² പ്ലസ് 4n. അത് എപ്പോഴാണ് 240 ആവുക എന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് 2n² പ്ലസ് 4n 240 ആവണം. ഇത് ഞാൻ മുകളിലേക്ക് എഴുതി പോവുകയാണ്. ഇത് നമ്മൾ ഒന്നെന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് n² പ്ലസ് 2n സമം 120 എന്ന് കിട്ടും. ഇനി നേരത്തെ നമ്മൾ ചെയ്ത ആ ഒരു കാര്യം ഓർക്കുക. a പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം a² പ്ലസ് 2ab പ്ലസ് b². ഈ രൂപത്തിലാക്കാൻ വേണ്ടി a ഇവിടെ n ആണ്. അപ്പോൾ n² പ്ലസ് 2nb പ്ലസ് b². n² മാച്ചായി. 2nb ഇവിടെ ബിക്ക് എന്ത് ചെയ്യാ? 1 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്കിത് n² പ്ലസ് 2n ആയി. ഇനി ഇതിനോട് കൂടി എന്ത് ചെയ്യണം? ഒരു 1 സ്ക്വയർ ആഡ് ചെയ്യാം. അപ്പോ ഇവിടെ നമുക്ക് n² പ്ലസ് 2n പ്ലസ് ഇവിടുന്ന് b 1 ആണെന്ന് കിട്ടും ഇത് ഉപയോഗിച്ചാൽ. അപ്പോൾ നമുക്കിവിടെ ഒരു പ്ലസ് b² വേണം. 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഞാൻ ഇവിടെ ആഡ് ചെയ്യാണ്. അപ്പോൾ വലതുവശത്തും 1 ആഡ് ചെയ്യുക. സിമ്പിൾ. ഓക്കെ. അപ്പോൾ നമുക്കിത് n² പ്ലസ് 2n പ്ലസ് 1 എന്ന് പറയുന്നത് n പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. ചെക്ക് ചെയ്ത് നോക്കാം. n² പ്ലസ് 2 ഇൻറ്റു n ഇൻറ്റു 1 2n പ്ലസ് 1 ഇൻറ്റു 1 1. ഓക്കെ. ഇത് സമം 121. അപ്പോൾ n പ്ലസ് 1 സമം റൂട്ട് 121 എന്ന് എഴുതാം. അതായത് 11 എന്ന് കിട്ടും. 11 ഇൻറ്റു 11 ആണ് 121. n പ്ലസ് 1 11 എന്ന് കിട്ടും. ഇതിൽ നിന്നും n എന്ന് പറയുന്നത് 11 മൈനസ് 1 12. അപ്പോൾ 12 പദങ്ങളുടെ ആദ്യത്തെ 12 പദങ്ങളുടെ തുകയാണ് 240. Sum of first 12 terms is 240. അപ്പോൾ ഉത്തരം 12. സോറി, എവിടെയാ തെറ്റിയത്? അത് ശരി. 11 മൈനസ് 1 12 അല്ലല്ലോ, 10 അല്ലേ വേണ്ടത്. ഓക്കെ.
പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ശ്രദ്ധിച്ചെഴുതിയില്ലെങ്കിൽ മാർക്ക് പോകും. ഇവിടെ എനിക്ക് കുഴപ്പമില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 10 ആണ്. സോറി. ഓക്കെ, ഇത് രണ്ടാംകൃതി സമവാക്യം വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പിന്നെ പറയുന്നതായിരിക്കും. എൺപത്തിയേഴാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. ചിത്രത്തിൽ ABCD ഒരു ചക്രീയ ചതുർഭുജം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇനി ഇവിടെ സൈഡ് AB നീട്ടി വരച്ചിരിക്കുന്നു, ഈ വരെ നീട്ടി വരച്ചിരിക്കുന്നു. കോൺ CBE ഈ ആംഗിള് 70 ഡിഗ്രി ആണെങ്കിൽ, കൂടാതെ കോൺ BAC 40, BAC 40 എന്ന് തന്നിട്ടുണ്ട്. ഇത് 40. ഓക്കെ, സോറി, BAC ആണ്, കോൺ BAC ആണ് 40. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോൺ ADC എത്ര? ADC, ഈ കോൺ ADC എളുപ്പമാണ്. കോൺ ADC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ADCയും ABCയും കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ ഈ ABCയുടെ എക്സ്റ്റീരിയർ ആംഗിൾ, പുറംകോണാണ് ഇത്. അപ്പോൾ ഈ പുറംകോണും ഓപ്പോസിറ്റ് സൈഡിലുള്ള കോണും തുല്യമായിരിക്കും. പുറംകോൺ ഈക്വൽ ടു എതിർ അകക്കോൺ. അപ്പോൾ ഇവിടെ CBE ഒരു പുറംകോണാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള അകക്കോണാണ് കോൺ ADC. അതുകൊണ്ട് അതിന് തുല്യമായിരിക്കും. എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ, സോ 70 ഡിഗ്രി. ഓക്കെ, ഇനി അതല്ല എങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ? ആംഗിൾ CBE 70 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കോൺ CBA എന്ന് പറയുന്നത് 180 മൈനസ് 70 ആണ്. കാരണം ഇത് രേഖീയ ജോഡികൾ, ലീനിയർ പെയേഴ്സ് ആണ്. 110 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം? കോൺ ABC പ്ലസ് കോൺ ADC, ഇത് നമ്മുടെ ചക്രീയ ചതുർഭുജത്തിലെ എതിർകോണുകൾ, സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ ഓപ്പോസിറ്റ് ആംഗിൾസ്, അതിൻ്റെ തുക 180. അപ്പം നമുക്ക് ABC 110, അപ്പോൾ 110 പ്ലസ് 70 ആണ് 180 വരിക. അപ്പോൾ ADC 70 എന്ന് കിട്ടും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇനി AC ഈക്വൽ ടു CD ആയാൽ കോൺ CAD എത്ര? ഓ, അങ്ങനെയുണ്ട്. AC ഈക്വൽ ടു CD, AC ഈക്വൽ ടു CD. ആരാ AC? AC എന്ന് പറയുന്നത് ഇതാണ്, CD എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഞാനത് ഇവിടെ വരയ്ക്കാം കേട്ടോ. ഇവിടെ അത് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എടുത്താൽ AC, ഇത് D. അപ്പോൾ ACയും CDയും തുല്യമാണ്. അപ്പോൾ ഈ ത്രികോണം ADC ട്രയാങ്കിൾ ACDയിൽ AC ഈക്വൽ ടു CD ആയതുകൊണ്ട് ഇത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ എതിർ കോണുകൾ, ഈ വശത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണ്, ഈ വശത്തിൻ്റെ എതിർകോൺ ഇതാണ്. ഇത് രണ്ടും തുല്യമായിരിക്കണം. ഇനി ക്വസ്റ്റ്യനിൽ കോൺ ക്വസ്റ്റ്യനിലല്ല, നമ്മളിവിടെ
കോൺ എ ഡി സി കണ്ടുപിടിച്ചിട്ടുണ്ട്. കോൺ എ ഡി സി എത്ര 70 ഡിഗ്രി എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോൺ ഡി എ സി 70 ഡിഗ്രിയാണ്. ഇത് 70 ആയതുകൊണ്ട് ഇത് 70 ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു തിയേറ്ററിൽ ഒന്നാമത്തെ വരിയിൽ 20 സീറ്റുകളുണ്ട്. തുടർന്നുള്ള ഓരോ വരിയിലും തൊട്ടു മുമ്പത്തെ വരിയിലേതിനേക്കാൾ 3 സീറ്റുകൾ കൂടുതലാണ്. അപ്പോൾ 3 കൂടുതലാണ്. 23, 26 ഇങ്ങനെ പോകും. ആകെ 25 വരികളുണ്ട്. ഓക്കെ. A theater has 20 seats in the first row and each subsequent row has 3 more seats than the previous row. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവാൻ പറ്റുന്നത് ഒന്നാം പദം 20 ആണ്. പൊതുവ്യത്യാസം എത്രയാ? 23 മൈനസ് 2 അല്ലെങ്കിൽ 3. പിന്നെ നമുക്ക് 25 വരി എന്ന് പറഞ്ഞിട്ടുണ്ട്. n 25 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 25-ാം വരിയിൽ എത്ര സീറ്റുകൾ ഉണ്ടാവും? സിമ്പിളാണ്. 25-ാം വരി എന്ന് പറയുമ്പോൾ 25-ാം പദം സമം ഒന്നാം പദം പ്ലസ് 24 പൊതുവ്യത്യാസം. അപ്പോൾ ഒന്നാം പദം 20, ഒന്നാമത്തെ നിരയിൽ 20 പ്ലസ് 24 ഇൻറ്റു 3. അപ്പോൾ നമുക്ക് 20 പ്ലസ് 4 3 12 3 2 6 7. എനിക്ക് കിട്ടിയത് 92 സീറ്റുകൾ. കറക്റ്റ്. തിയേറ്ററിലെ ആകെ സീറ്റുകളുടെ എണ്ണം എത്ര? തിയേറ്ററിലെ ആകെ സീറ്റുകൾ എന്ന് പറയുമ്പോൾ 25 വരികളാണുള്ളത്. അപ്പോൾ S25 സമം n/2 25/2 ഇൻറ്റു ആദ്യ പദം. ആദ്യ പദം എന്ന് പറയുമ്പോൾ ആദ്യ വരിയിൽ 20 എണ്ണം പ്ലസ് 25-ാമത്തെ വരിയിൽ 92 സീറ്റ്. അപ്പോൾ നമുക്ക് 25/2 ഇൻറ്റു 112. അപ്പോൾ നമുക്ക് 25 ഇൻറ്റു 56. അതെത്ര കിട്ടും? 56. 25 ഇൻറ്റു 56. 25 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 150 വരിക. 15. 25 5 125. 125 130 140. 1400 സീറ്റുകൾ. ഓക്കെ. ഇതൊരു സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ ചിലപ്പോൾ ചോദിക്കാം. ചിലപ്പോൾ അത് ചോദിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെട്ടി 1-ൽ 1 മുതൽ 6 വരെയുള്ള സംഖ്യകളും 1 2 3 4 5 6 ഇതാണ് ബോക്സ് 1. പെട്ടി 2-ൽ 1 മുതൽ 4 വരെ ഉള്ള സംഖ്യകളുമുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി 2-ൽ നിന്നും ഓരോന്നെടുക്കുന്നു. ആകെ എത്ര ജോഡികൾ സാധ്യമാണ്? ഇവിടെ 1 എടുത്താൽ അതിന് 4 ജോഡികൾ ഉണ്ടാക്കാം. 2-നും 4 എണ്ണം. അപ്പോൾ ഓരോരുത്തർക്കും 4 എണ്ണം. അപ്പോൾ 6 ഇൻറ്റു 4 24 ജോഡികളായിരിക്കും ഉണ്ടാവുക. ആകെ എത്ര ജോഡികൾ സാധ്യമാണ്? 6 ഇൻറ്റു 4 24 ടോട്ടൽ പെയേഴ്സ്. ഓക്കെ. ഓരോന്നിനും 4 ജോഡികൾ. അങ്ങനെ 6 സംഖ്യകൾക്ക് 6 ഇൻറ്റു 4 24. സംഖ്യകളുടെ തുക അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത എത്ര?
ഓ, ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് അഭാജ്യ സംഖ്യകളുടെ തുക അഭാജ്യ സംഖ്യ. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നാമത്തെ പെട്ടിയിലെ വലിയ സംഖ്യ ആരാണ്? 6 ആണ്. രണ്ടാമത്തേലെ വലിയ സംഖ്യ ആരാണ്? 4 ആണ്. അപ്പൊ 6ഉം 4ഉം കൂട്ടിയാൽ എത്രയാ? 10. ഇതിലെ ചെറിയ സംഖ്യകൾ 1ഉം 1ഉം 2. അപ്പോൾ 2 മുതൽ 10 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ്? 2, 3, 5, 7. അപ്പോൾ തുക ഇതിലേതെങ്കിലും ഒന്നാണ് വരേണ്ടത്. ഓക്കെ. അപ്പോൾ the prime numbers between 2 and 30, 2 and 10 including 2 is 2, 3, 5, 7. അപ്പോൾ സം എന്ന് പറയുന്നത് 2, 3, 5, 7 ഇതിലേതെങ്കിലും ഒന്ന് വരണം. അപ്പോൾ തുക 2, 3, 5, 2, 3, 5, 7 വരുന്ന ജോഡികൾ നോക്കാം. 1ഉം 1ഉം 2. അപ്പോൾ അത് എഴുതുക. 1ഉം 2ഉം 3. അത് ഓക്കെയാ. 1, 3, 4 പറ്റില്ല. 1, 4, 5 അത് പറ്റുമല്ലോ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി 2 എടുക്കുന്ന സമയത്ത് 2ഉം 1ഉം 3. 2, 2, 4, 2, 3, 5. 2, 4 പറ്റില്ല. 3, 1, 4, 3, 2, 5. 3, 3, 6, 3, 4, 7. ഓക്കെ. 3, 4. ഇനി 4, 1, 5. 4, 1. 4, 2, 6. 4, 3, 7. 4, 3. 4, 4, 8 എഴുതാൻ പറ്റില്ല. 5, 1, 6. 5, 2, 7. അതെഴുതി. 5, 3, 8 പറ്റില്ല. 5, 4, 9 പറ്റില്ല. 6, 1, 7. ഓക്കെ. 6, 2, 8 പറ്റില്ല. 6, 3, 9. 6, 4, 10 ഇല്ല. അപ്പോൾ തുക 2, 3, 5, 7 ആവുന്ന ഇത്രയും ജോഡികളുണ്ട്. എത്ര എണ്ണമുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ജോഡികളുണ്ട്. ഓക്കെ. സംഖ്യകളുടെ തുക അഭാജ്യ സംഖ്യയാകുന്ന 11 ജോഡികളുണ്ട്. നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് സം പ്രൈം 11. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി സാധ്യത എന്ന് പറയുമ്പോൾ 11 ആകെ 24. അതാണ് ആൻസർ. നമുക്ക് ജോഡികളല്ല കാണാൻ പറഞ്ഞിരിക്കുന്നത്, സാധ്യതയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി സംഖ്യകളുടെ ഗുണനഫലം പൂർണ്ണവർഗമാകാനുള്ള സാധ്യത. ഓ, അതായത് ഒന്നാമത്തേതിൽ നിന്നും എടുക്കുന്നതിനെ രണ്ടാമത്തതുമായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഗുണിക്കുമ്പോൾ കിട്ടുന്നത് പൂർണ്ണവർഗമാവണം. അപ്പോൾ 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 1. 6നെ 4 കൊണ്ട് ഗുണിച്ചാൽ 24. അപ്പോൾ 1നും 24നും ഇടയ്ക്കുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത് 1. 2ൻ്റെ സ്ക്വയർ വർഗം 4. 3ൻ്റെത് 9. 4ൻ്റെത് 16. 5ൻ്റെ 20 ഇല്ല. അപ്പോൾ ഈ 1, 4, 9, 16 ആണ് വരേണ്ടത്. ഓക്കെ. പ്രൊഡക്റ്റ് സ്ക്വയർ വരുന്നത് 1, 4, 9, 16. ഗുണനഫലം പൂർണ്ണവർഗമാകുന്നത് അല്ല, ഗുണനഫലം പൂർണ്ണവർഗം അത് 1, 4, 9, 16. അപ്പോൾ 1നോട് 1 ഗുണിക്കാം. അപ്പോൾ 1 കിട്ടും. 1 ഇൻറ്റു 4 4ആണ്. അപ്പോൾ അതും എഴുതാം. 2നോട് എന്തെങ്കിലും ഗുണിച്ചാൽ 1 കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ 2 ഇൻറ്റു 2 4. അത് 2 2ഉം ഇതിലുണ്ട്. അതുകൊണ്ട്
ഓക്കെ, 2 2 അതിൽ വിട്ടുപോയിട്ടുണ്ട്. 2 2. ഇനി 2 3 പറ്റില്ല, 2 4 8 പറ്റില്ല. ഇനി നമുക്ക് എന്ത് വരും? 3 × 3 3 3 അതിവിടെ ഉണ്ട്. 3 4 12 ഇല്ല. 4 4 അതിവിടെ ഉണ്ട്. ഇനി പൂർണ്ണവർഗമാവണമെങ്കിൽ 5 5ഉം അതേപോലെ 6 6ഉം വരണം. അതില്ല. 4 1 ഞാൻ പറയാൻ വിട്ടുപോയി അല്ലേ? 4 1ഉം വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 1 2 3 4 5 6 എണ്ണം വരും. 5 അല്ല, 6 എണ്ണം വരും. 1 1 1 4 4 1 3 3 4 4 2 2. അപ്പോൾ 1 2 3 4 5 6 എണ്ണം വരും. അപ്പോൾ പ്രോബബിലിറ്റി 6/24. അപ്പോൾ നമുക്ക് 1/4 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ ജോഡികൾ എഴുതി ചെയ്ത് നോക്കുക തന്നെ വേണം. ഇനി 90ാമത്തെ ചോദ്യം. ചിത്രത്തിൽ AB 10 സെന്റിമീറ്റർ വ്യാസം ഡയാമീറ്റർ ആയ സെമി സർക്കിളിൽ അർദ്ധവൃത്തത്തിൽ C ഒരു ബിന്ദുവാണ്. കോൺ CAB 30 ഡിഗ്രി ആയാൽ BC AC വശങ്ങളുടെ നീളങ്ങൾ കാണുക. BC AC. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കോൺ ACB സെമി സർക്കിൾ അർദ്ധവൃത്തത്തിലെ കോണാണ്. അതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയിരിക്കും. സെമി സർക്കിളിലുള്ള ആംഗിൾ, അതായത് അർദ്ധവൃത്തത്തിലെ കോണാണ്. ഓക്കെ, അപ്പം നമുക്കിത് എന്ത് ചെയ്യാം? ഇവിടെ 90 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ കോൺ ABC 180 മൈനസ് 30 പ്ലസ് 90, 180 മൈനസ് 120, 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനിയാണ് നമുക്ക് ഒരു കാര്യം ഓർക്കേണ്ടത്. ഒരു ത്രികോണത്തിലെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ ഇവയുടെ ഓപ്പോസിറ്റ് സൈഡ്സ്, എതിർവശങ്ങൾ √3 എന്ന അംശബന്ധത്തിലായിരിക്കും, റേഷ്യോയിലായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് ആർക്കാണ് 30 ഡിഗ്രി? ഇവിടെയാണ്. ഇത് 30 ഡിഗ്രി. അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് BC. ഈസ് ടു 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് AC. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് AB. ഇവർ തമ്മിലുള്ള റേഷ്യോ 1:√3:2 ആണ്. ഓക്കെ, ഇനി AB നമുക്ക് തന്നിട്ടുണ്ട് 10 എന്ന്. AB തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ BC ബൈ തന്നിരിക്കുന്നത് AB ആണല്ലോ, അത് സമം BC ഇവിടെ 1 ഈസ് ടു അവസാനം 2. അപ്പോൾ BC ബൈ AB 1/2 എന്ന് കിട്ടും.
അപ്പോൾ ബി സി ഈക്വൽ ടു എ ബിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, എ ബി ബൈ 2 എന്ന് എഴുതാം. എ ബി എത്രയാ? 10. 10/2 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ബി സി 5 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ നമുക്ക് എ ബി തന്നിട്ടുള്ളത് കൊണ്ട് എ സി ബൈ എ ബി, എ സി ബൈ എ ബി രണ്ടാമനും മൂന്നാമനും, അപ്പോൾ √3/2. ഇതിൽ നിന്നും എ സി സമം √3 എ ബി ബൈ 2, അതായത് √3 ഇൻറ്റു 10/2, ഇത് 5 എന്ന് വരും. അപ്പോൾ 5√3. ഓക്കെ, അപ്പോൾ എ സി 5√3 എന്ന് കിട്ടും. അതാണ് എ പാർട്ട്. Angles of triangle ABC are 30 degree, 60 degree, 90 degree. So the ratio of opposite side equal to 1:3:2. ത്രികോണം എ ബി സിയിലെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആയതുകൊണ്ട് എതിർവശങ്ങളുടെ അംശബന്ധം 1:√3:2. ഇനി ഈ ചിത്രത്തിൽ 90 ഡിഗ്രിക്ക് എതിരെ കർണം ഹൈപ്പോട്ടിനിയസ് എത്രയാ? 10 എന്ന് തന്നിട്ടുണ്ട്. അത് ആർക്ക് ഓപ്പോസിറ്റ് ആണ്? 10 തന്നിട്ടുണ്ട്. ഇനി 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് ബി സി. ഓപ്പോസിറ്റ് ടു 30 ഈസ് ബി സി. അതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 10/2. ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അതുപോലെ 5√3. ഇനി ത്രികോണം എ ബി സിയുടെ പരപ്പളവ് കാണുക. പരപ്പളവ് ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം, അര ഇൻറ്റു. ഇപ്പോൾ പാദം ഏതാണ്? ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്, ആരെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് 5√3 ഇൻറ്റു ഉയരം എന്ന് പറയുന്നത് മറ്റേ സൈഡ് 5. അപ്പോൾ നമുക്കിവിടെ 25√3/2 എന്ന് കിട്ടും. ഇവിടെ നിർത്താം. ഓക്കെ, 25√3/2 എന്ന് എഴുതിയാലും മതി. ഇനി √3ൻ്റെ വില ഏകദേശം 1.73 ആണ്. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ആൻസർ 25√3/2 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് 6 ക്വസ്റ്റ്യൻ 76 ടു ക്വസ്റ്റ്യൻ 90 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അടുത്ത ഭാഗത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ കാണാം. സ്റ്റേ ട്യൂൺഡ് ഫോർ പാർട്ട് 7. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം.